ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, നിങ്ങൾ വിചാരിക്കുമ്പോൾ ഭയങ്കര പരിഷ്കാരിയായിപ്പോയെന്ന്. എന്നാ വേണ്ട, നമുക്ക് നമ്മളുടെ അപ്പായ ചങ്കള ചങ്ങായിമാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പം നമ്മൾ വെള്ളിയാഴ്ചത്തെ ലീവൊക്കെ കഴിഞ്ഞ് നമ്മൾ താൻ ജോലിക്ക് ഇറങ്ങി കേട്ടോ. ലീവ് കിട്ടിയിട്ട് എന്തേ പരിപാടി എന്ന് വെച്ചാൽ അത് മാത്രം ചോദിക്കരുത്. ലീവ് കിട്ടിയിട്ട് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. പ്രത്യേകിച്ച് പരിപാടി എന്ന് വെച്ചാൽ റൂമിൽ കിടന്നുറങ്ങിയാൽ തന്നെ നമ്മളുടെ പ്രത്യേകിച്ച് പരിപാടി. ഈ കാണുന്ന കാറുണ്ട്, ഈ പച്ച കളറുള്ള കാർ, ഇത് ഇവിടുത്തെ പുതിയ ടാക്സി ആട്ടോ. ഇപ്പോൾ ഈ കളറിലാണ് ഇവിടെ ടാക്സി കാർ വരുന്നത്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കാണിച്ചിട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വരുന്ന വഴിയാണ് നമ്മളെ റൂമിൽ നിന്ന് വരുന്ന വഴി കേട്ടോ. നേരെ ഇപ്പോൾ ഏകദേശം ഒരു 6:45 ഞാൻ പറഞ്ഞില്ല ഇന്നലെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ 6:45 ഒരു 15 മിനിറ്റ് വീട്ടിലേക്ക് വിളിച്ചിരിക്കാം. ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ മുന്നോട്ട് പോകട്ടോ. അപ്പോൾ ഇന്ന് നാസ്ത വാങ്ങേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മളുടെ കൂട്ടുകാരൻ നാസ്തയായിട്ട് വരാമെന്ന് വിചാരിച്ചു. നാട്ടിലാണെങ്കിൽ ഞായറാഴ്ചത്തെ ലീവും അതിൻ്റെ ക്ഷീണം തീർക്കുക തിങ്കളാഴ്ചത്തെ ലീവും നമ്മളെടുക്കും. ഇവിടെ അങ്ങനെ പറ്റില്ലല്ലോ. നമ്മളെയൊക്കെ സംബന്ധിച്ച് അൽഹംദുലില്ലാ വളരെ ഹൈറാണ്. ആഴ്ചയിൽ ഒരു ദിവസങ്ങളിൽ ലീവുണ്ട്. ഒരു ദിവസം പോലും ലീവില്ലാത്ത ഒരുപാട് പേര് പ്രവാസ ലോകത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. വക്കാലകളിലും സൂപ്പർ മാർക്കറ്റിലും ഷോപ്പുകളിലുമായിട്ട് ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. ഒരു പെരുന്നാളിന് പോലും ലീവില്ലാത്ത ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നിർത്തി നാട്ടിൽ കൂടാ എന്ന് വിചാരിച്ച് കൂട്ടുകാരന്മാർക്ക് വിളിച്ചാൽ കൂട്ടുകാരന്മാർ അവിടുന്ന് പറഞ്ഞ വാക്കാണ്, മക്കളെ ഞങ്ങൾക്ക് തന്നെ ഇവിടെ പണിയില്ല, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അവിടെ തന്നെ പിടിച്ചെന്നോ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ടാന്ന്. പിന്നെ എങ്ങനെ നമ്മൾ ഇതൊക്കെ നിർത്തി നാട്ടിലേക്ക് പോകും? നിങ്ങൾ ചിന്തിച്ച് നോക്കും. ഈ പ്രവാസം അത്ര സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല മക്കളെ. ഒരു പ്രാവശ്യം വന്ന് പെട്ടാൽ പിന്നെ ഇവിടുന്ന് കരകയറ്റം ഉണ്ടാവില്ല. ഇവിടെ തന്നെ വന്നുകൊണ്ടിരിക്കും. ഓരോ പ്രാവശ്യം ലീവിന് പോകുമ്പോൾ വിചാരിക്കും അത് ഈ നാട്ടിൽ കൂടാ, നാട്ടിൽ നമുക്ക് ഇനി ഒഴിവാക്കി നാട്ടിൽ തന്നെ കൂടാന്ന്. പക്ഷേ കഴിയുന്നില്ല മക്കളെ. നമ്മളൊക്കെ ജോലി സംബന്ധമായിട്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മളെക്കാളും പ്രായമുള്ള ഓരോ ഇക്കന്മാരും അവർ ഉപ്പമാരെയൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ തമാശക്കാണെങ്കിൽ അവരോട് ചോദിക്കും, ഇതൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ നാട്ടിൽ കൂടി കുറേ കാലമായില്ല ഇവിടെ ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട് മക്കളെ, വല്ലാത്തൊരു സങ്കടം തോന്നി. ഇവിടെ ആകുമ്പോൾ ഇതെങ്കിലും ചെയ്ത് ജീവിക്കാം, നാട്ടിൽ ചെന്നാൽ ഇതുപോലും കിട്ടില്ല, വെറുതെ എന്തിനാ, അതിലും നല്ലത് ഇവിടെ തന്നെ നിന്ന് ജോലി ചെയ്യല്ലേ നല്ലതെന്ന്. ഇതൊക്കെയാണ് ഓരോ പ്രവാസിയുടെയും അവസ്ഥ. അപ്പോൾ ഞാനൊരിക്കലും ഈ പ്രവാസത്തിനോട് ഞാനൊരിക്കലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. കഴിയുന്നത് നാട്ടിൽ ജോലി ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലത് അതാണ് മക്കൾ. ഈ പ്രവാസം അത്ര സുഖമുള്ളൊരു ഏർപ്പാടല്ല. പിന്നെ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ടാണ് നമ്മളിതൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.